ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണാടി നോക്കാൻ വരെ പേടിയായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? ഒന്ന് ഷോക്കാവുന്നുണ്ടോ? ആർക്കായിരിക്കും അങ്ങനെ കണ്ണാടി നോക്കാൻ പേടിയുള്ളത്? നമുക്കൊന്ന് നോക്കല്ലേ. നമ്മൾ ഇന്ന് ജീവിതത്തിൽ വിചാരിക്കുന്ന ഏറ്റവും വലിയ കളവ് എന്താണെന്നറിയോ? നമുക്കൊരുപാട് സമയമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ സമയം ഇങ്ങനെ പ്ലെയിനായിട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് സമയമുണ്ട്, ഇനിയും ഒരുപാട് ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അതാണ് നിങ്ങൾ ഇന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ കളവ്. ഞാൻ ഒരു ദിവസം കൊണ്ട് മാറും, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചേഞ്ച് ആവും എന്നൊക്കെ വിചാരിക്കുന്ന പല മനുഷ്യരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരു കാലത്തും അങ്ങനെ ആവില്ല. കാരണം ഈ ചേഞ്ച് എന്നതൊക്കെ ഒരുപാട് ദിവസത്തെ ഹാർഡ് വർക്കും എഫേർട്ടും കൊണ്ടുണ്ടാവുന്നതാണ്, അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. ഞാനൊരു സത്യം പറയാം, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യില്ല. ലൈഫ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സൈക്കിൾ പോലെയാണ് ലൈഫ്. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും അത് നിർത്തിയാൽ അത് വീണ്ടും പോകും. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിന്ന് ഒരുപാട് സ്ക്രോൾ ചെയ്യുന്നത്, മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്നതും പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുന്നത്, നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാളെ ചെയ്യാം, അങ്ങനെ നീട്ടിവെക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ. നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കുന്നത്, നമുക്ക് ഒരു ചെറിയൊരു കംഫർട്ട് കിട്ടുമ്പോൾ തന്നെ അവിടെ ഞാൻ സേഫാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യരില്ലേ. അതൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസും നിങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ തെറ്റുകളൊക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. സെയിം സിറ്റുവേഷൻ, സെയിം പ്രോബ്ലം, സെയിം ബാങ്ക് ബാലൻസ്, സെയിം സ്ട്രഗിൾ, ഇവയൊക്കെ സെയിം ആയിരിക്കും. കാരണം പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, എങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അന്ന് 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെയും ഈ കുറ്റം പറയുക, ആരെയും ബ്ലെയിം ചെയ്യുക? ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻ, ഇവയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറ്റം പറയാമായിരിക്കും. പക്ഷെ നിന്റെ ലൈഫിനെ ഒരാളും സേവ് ചെയ്യാൻ വരില്ല. അന്നും പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുന്നത് നീ തന്നെയായിരിക്കും. മറ്റുള്ളവർ ഗ്രൗത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വളർന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിങ്ങനെ സ്റ്റക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നിന്റെ ലൈഫിൽ എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ നീ തന്നെ തുടങ്ങണം. ഒരാളും നിന്നെ സേവ് ചെയ്യാൻ വരില്ല. നോബഡി ഈസ് കമ്മിങ് ടു സേവ് യു. നിന്റെ ലൈഫ് സേവ് ചെയ്യാൻ ഒരു മനുഷ്യനും ഒരാളും വരില്ല. നിനക്കായി സാക്രിഫൈസ് ഒരാളും ചെയ്യില്ല, ഒരാളും ഹാർഡ് വർക്ക് ചെയ്യില്ല, ഫൈറ്റ് ചെയ്യില്ല. എല്ലാം ചെയ്യേണ്ടത് നീയാണ്, നീ ഒരാൾ മാത്രമാണ്. പക്ഷേ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്, ഈ മാറ്റം എന്നുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ മാറ്റം എന്നുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാവും എന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് കിട്ടിയൊരു ചാൻസാണ് മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് എന്നുള്ളത്, ഒരു ഗുഡ് ന്യൂസാണ്. പക്ഷേ ഈ മാറ്റം എന്നുള്ളതുണ്ടല്ലോ, അതൊരു പെയിൻഫുള്ളായ കാര്യമാണ്. വേദനയുണ്ട്, അതേപോലെ തന്നെ ഹാർഡാണ്. ചെറിയ പണിയൊന്നുമല്ല, നല്ല പണിയുണ്ട് നമ്മളൊന്ന് നന്നായിട്ട് മാറുക എന്നുള്ളത്. പക്ഷേ നമുക്ക് സാധ്യമായ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന റെസ്പെക്റ്റുകളും ഇന്ന് കിട്ടുന്ന ബാങ്ക് ബാലൻസുകളും ഇന്ന് കിട്ടുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇനി അടുത്ത 2-3 വർഷം അല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് വീണ്ടും നീ റിപ്പീറ്റായിട്ട് പണിയെടുക്കണം. അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് കാര്യമില്ല. മോട്ടിവേഷൻ അല്ല നമുക്ക് വേണ്ടത്. മോട്ടിവേഷൻ വീഡിയോ കാണുക എന്നുള്ളതൊക്കെ ഈസിയാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ഡിസിപ്ലിനാണ്. കൃത്യമായിട്ട് ഡിസിപ്ലിൻ, അതാണ് പവർ. റിയൽ പവർ എന്നുള്ളത് ഡിസിഷനാണ്. മോട്ടിവേഷൻ എന്നുള്ളത് ഒരു തീപ്പെട്ടി വരയ്ക്കുന്നത് പോലെയാണ്, അതങ്ങ് ആഞ്ഞ് കത്തി അതങ്ങ് പോകും. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്, ഡിസിപ്ലിനാണ്. ഡെയിലി മൂവ് ചെയ്യാൻ കഴിയണം. നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് ഡെയിലി ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. വലിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരണമെന്നൊന്നും പറയില്ല, പക്ഷെ ചെറിയ ഒരു 0.5% നിങ്ങളുടെ ലൈഫിൽ ഡേ ലൈഫിൽ മാറ്റാൻ കഴിയണം. മോർണിംഗ് 1 hour എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിയണം. ഫോൺ യൂസ് ചെയ്യുന്നത് കുറക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരുമ്പോഴാണ് പ്രോഗ്രസ് ഉണ്ടാകുന്നത്. ഡെയിലി സ്മോളാണ്, ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാക്കുക.
അതൊരു വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിയുമ്പോൾ, ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ? അങ്ങനെയേ എത്തും. അല്ലാതെ ഒരു മനുഷ്യനും ഒറ്റ ദിവസം കൊണ്ട് സക്സസ് ആയിട്ടില്ല, ഒരു നിലയിലും ഒരു പൊസിഷനിലേക്കും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി എപ്പോഴും ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കണം. ഒരുപാട് ഡ്രീംസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. അവൻ എപ്പോഴും അതിനു വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ പണിയെടുക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം. കാരണം അടുത്ത 5 വർഷം കഴിഞ്ഞ് കണ്ണാടി നോക്കുമ്പോൾ പേടിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇന്ന് തീരുമാനിക്കേണ്ടതാണ്.